ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ നെക്സ്റ്റ് ക്ലാസ് ആണ് ഇന്ന് ഞാനൊരു 2-3 മോഡൽസ് ബോയാണ് കാണിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ബോയ്ക്ക് ഇതുപോലെ 2 വയർ ബോ വേണം. പിന്നെ സ്റ്റോൺ ചെയിൻ ആണ്, അത് സിൽവറോ ഗോൾഡോ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ നമുക്ക് എൻഡ് ടേപ്പ് വേണം, കുറച്ച് വൈറ്റ് ബീഡ്സ് വേണം. ഇപ്പം ഞാൻ ഈ വയർ ബോയിൽ ഇതുപോലെ ഫുള്ളായിട്ട് ഗം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് എന്ന് പറയപ്പെടുത്തതിന് നമ്മൾ അതിൻ്റെ എൻഡ് ടേപ്പ് ഒട്ടിക്കണ പോർഷൻ 2 സൈഡും വിടുക. ബാലൻസ് വരുന്ന ഭാഗം മൊത്തത്തിലായിട്ട് ഇതുപോലെ ഗം അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് ഈ സ്റ്റോൺ ചെയിന് ഈ വയർ ബോയ്ക്ക് മുകളിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അത് ഫുള്ളായിട്ടും ഇങ്ങനെ തന്നെ ഒട്ടിക്കുക. ഈ രീതിയിൽ ഒട്ടിച്ചിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ബോയ് ആഗ്രഹിക്കുന്ന മക്കൾക്ക് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. സ്റ്റോൺ ചെയിൻ മാത്രം ഒട്ടിച്ചും ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്ത് ബാലൻസ് സ്റ്റോൺ ചെയിനെയും കട്ട് ചെയ്ത് മാറ്റി. ഇതിൻ്റെ ഒരെണ്ണം കൂടി ചെയ്ത് വച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ ബോ ചെയ്യാൻ 2 സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച വയർ ബോ വേണം. ഇതുപോലെ എടുക്കുക, ഒരേ ലെവലിൽ വെക്കുക. അതിനുശേഷം നമുക്ക് എൻഡ് ടേപ്പ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ബാലൻസ് വരുന്ന എൻഡ് ടേപ്പിനെ കട്ട് ചെയ്ത് മാറ്റുക. അടുത്ത സൈഡും ഇതുപോലെ 2 വയർ ബോയും ഒരുമിച്ച് പിടിക്കുക. എൻഡ് ടേപ്പ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒരു രീതിക്ക് നമുക്ക് ഒരു മോഡലായിട്ട് ഇങ്ങനെയും ഉപയോഗിക്കാം. ഇങ്ങനെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ലേ, അതുപോലെ ഈ മോഡൽ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പം ഞാൻ ഒരു ഗിയർ വയറിനകത്ത് കുറച്ച് ബീഡ്സുകൾ കോർത്ത് വച്ചിട്ടുണ്ട്. ഒരു 6 mm ബീഡ്സാണ് കോർത്ത് വച്ചേക്കുന്നത്. അതിന് ഗിയർ വയറിനെ ഇതുപോലെ ഒന്ന് 2 വയർ ബോളിലായിട്ട് ചുറ്റിച്ചു കൊടുക്കുക. അതിനുശേഷം ഓരോ ബീഡ്സ് ഇതിന് മുകളിലായിട്ട് ഇതുപോലെ വെക്കുക. വച്ചതിന് ശേഷം ഗിയർ വയറിനെ ഇതുപോലെ ചുറ്റിയെടുക്കുക. നമ്മൾ ഗിയർ വയർ ചുറ്റുന്ന സമയത്ത് നമ്മൾ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചേക്കുന്ന ആ സ്റ്റോണുകളുടെ ഇടയിലൂടെ ഗിയർ വയറിനെ ഇതുപോലെ നമുക്ക് കറക്കി കൊടുത്താൽ മതി. ടൈറ്റായിട്ടിരിക്കും. കുറച്ച് ടൈറ്റ് ചെയ്ത് തന്നെ നമ്മളിതുപോലെ ചെയ്യുക. ഇപ്പം ഞാൻ ഈ ബോയുടെ മുകൾ പോർഷൻ മാത്രമായിട്ടാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ അല്ല കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിക്ക് ചെയ്യാം. നമ്മൾ എപ്പോഴായാലും ചെയ്യുന്നതിന് മുമ്പ് ഗിയർ വയറിനകത്ത് ഇതുപോലെ ബീഡ്സ് കോർത്ത് വെക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇതുപോലെ നമുക്ക് ആ മുകൾ പോർഷൻ മൊത്തത്തിലും ഒന്ന് ബീഡ്സ് ചുറ്റിച്ചു കൊടുക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ 2 കളർ ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റെഡ് കളറ് ഡ്രസ്സ് റെഡും വൈറ്റും ആണെങ്കിൽ റെഡ് കളറ് സ്റ്റോൺ ചെയിനും വൈറ്റ് ബീഡും എടുക്കാം. സ്റ്റോൺ ചെയിനും നമുക്ക് പല കളറിൽ കിട്ടും. ഇപ്പം ഞാനിതിൻ്റെ മുകൾ പോർഷൻ ഇതുപോലെ ചെയ്തു. ഇത്രയും ഞാനിപ്പോൾ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് വീണ്ടും ഗിയർ വയറിനെ 2-3 പ്രാവശ്യം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. എന്നിട്ട് ബാലൻസ് വരുന്ന ഗിയർ വയർ കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് വേണമെങ്കിൽ ഒരു കെട്ട് കണക്കൊന്ന് ഇട്ട് കൊടുക്കാം. കണ്ട ബാലൻസ് ഗിയർ വയർ ഞാൻ കട്ട് ചെയ്ത് മാറ്റി. ഈ ഒരു രീതിക്കാണ് ഫസ്റ്റ് ബോ. ഇതിൻ്റെ ഫിനിഷിങ് ബാക്ക് ഈ ഒരു രീതിക്കാണ്. കുട്ടികളുടെ തലയിൽ കൊള്ളോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബോ ചെയ്തു. ഇനി നമുക്ക് അടുത്ത ബോ ചെയ്യുന്നതും വയർ ബോയിൽ തന്നെയാണ്. അതിന് ഞാനൊരു വയർ ബോ എടുത്തിട്ടുണ്ട്. പിന്നെ ഫെൽറ്റ് ഷീറ്റാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഫോം ഫ്ലവർ വേണം. ഞാനിപ്പോൾ ഒരു ലാവൻഡർ ഷെയ്ഡിലുള്ള ഫോം ഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ പോളൻസ് വൈറ്റ് പോളനാണ്. അതും ഇതുപോലെ നമുക്ക് ഒരു 4 പീസ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനകത്ത് ഗമ്മ് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഗം അപ്ലൈ ചെയ്ത് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ വച്ച് കഴിഞ്ഞാലേ കറക്റ്റായിട്ടിരിക്കും. ഇതിപ്പോൾ ഞാൻ ഉടനെ വെക്കുന്നത് കൊണ്ട് നല്ല ടൈറ്റായിട്ടിരിക്കില്ല. നിങ്ങൾ ഇതുപോലെ വെക്കുക. ആദ്യം ഒരു പോളൻ, പിന്നെ ഫോം ഫ്ലവർ, പിന്നും പോളൻ, വീണ്ടും ഫോം ഫ്ലവർ. ഈ രീതിക്കാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ബാലൻസ് വരുന്നത് ആ ഫെൽറ്റ് ഷീറ്റിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതിപ്പോൾ നമ്മുടെ ഒരു 6ാമത്തെ ക്ലാസ്സാണ്. ഇതിന് മുന്നേ നമ്മൾ 4-5 ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റിലെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ആ ക്ലാസ്സും കൂടെ വാച്ച് ചെയ്യുക. ഹെയർ ആക്സസറീസ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ്സും കൂടി ഒന്ന് വാച്ച് ചെയ്യുക. അതുപോലെ ഇതിലേതെങ്കിലും മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഈ വയർ ബോയിൽ ഇതുപോലെ എൻഡ് ടേപ്പ് ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്.
അതിനുശേഷം നമുക്ക് വേണ്ടത് വൈറ്റ് ബീഡും അതുപോലെ നമ്മൾ ഈ ഫോം ഫ്ലവറിന് എടുത്ത അതേ കളറിലുള്ള ലാവൻഡർ ഷേപ്പ് കളറാണ് എടുത്തേക്കുന്നത്. ഈ 2 കളറും ഇപ്പോൾ എടുത്തേക്കുന്നത് 8mm ബീഡ്സാണ്. അതിന് നമുക്ക് ഇതുപോലെ മിക്സായിട്ട് കോർത്ത് കൊടുക്കാം. ഈ 2 കളറും കൂടെ ഇതുപോലെ മിക്സാക്കി കോർത്ത് കൊടുക്കുക. ഇതും ആ ബോയിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ വരെ ടോപ്പ് പോർഷൻ വരെയാണ് നമ്മൾ ഇതുപോലെ കോർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതുപോലെ കോർത്തു. ഇനി ഇതിൻ്റെ ആ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഞാൻ പറയുകയാണ്, നിങ്ങൾ എപ്പോഴും ഗം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഒരു 2 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രം വെക്കാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഫെൽറ്റ് ഷീറ്റ് എൻ്റെ കയ്യിൽ സെയിം കളർ ഇല്ലാത്തത് കൊണ്ടാണ് വേറെ കളർ എടുത്തേക്കുന്നത്. ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്തു. ഇനി ബാലൻസ് അടുത്ത സൈഡ് അപ്പുറ സൈഡിന് എങ്ങനെയാണോ നമ്മൾ ബീഡ്സുകൾ കോർത്തത് അതുപോലെ ഇപ്പുറത്തെ സൈഡ് നമുക്ക് കോർത്ത് കൊടുക്കാം. പിന്നെയെന്ന് വെച്ചാൽ ബീഡ്സുകൾക്കിടയിൽ എപ്പോഴായാലും നമ്മൾ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഗം അപ്ലൈ ചെയ്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെ മൊത്തത്തിലായിട്ടും ബീഡ്സുകളൊന്ന് കോർത്ത് കൊടുക്കുക. ഗം അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെയും എൻഡിലായിട്ട് നമുക്ക് എൻഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ വീണ്ടും നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ഇടുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്കിത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എന്താ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് കമൻ്റായിട്ടോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ തന്നെ വേറെയും 2 കളർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ എൻഡ് ബീഡാണ് ഉപയോഗിച്ചേക്കുന്നത്, മറ്റത് എൻഡ് ടേപ്പുമാണ് ഉപയോഗിച്ചേക്കുന്നത്. അതിൻ്റെയും ഒരു 3 കളറോളം നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓണ സീസണിൽ ഇങ്ങനത്തെയൊക്കെ ഐറ്റങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മൂവിങ് ഉണ്ടാവും. കുട്ടികളുടെ പട്ടുപാവാടയ്ക്ക് അനുസരിച്ച് കളറുള്ള ബീഡ്സുകൾ വെച്ച് നിങ്ങൾ ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് നമുക്ക് മൂവിങ് കിട്ടുന്ന ഐറ്റങ്ങളാണേ. അടുത്തത് ഞാൻ എടുത്തേക്കുന്ന ഒരു മെറ്റൽ ബോയും അതുപോലെ ഇങ്ങനെ കുറച്ച് സ്റ്റോൺസും ആണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് ആദ്യം ഞാനൊരു യെല്ലോ കളറ് പിന്നെ ഒരു വൈറ്റ് ഇത് നമുക്ക് മിക്സ് ചെയ്ത് സിമ്പിളായിട്ടങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ്റ് ഇടുക. അതുപോലെ കമൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി കൊടുക്കാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യാണ്ട് പോവരുത്. അപ്പോൾ നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് അങ്ങോട്ടിച്ചാൽ മതി. ഇന്ന് നമ്മൾ 3 മോഡൽ ബോ ചെയ്തിട്ടുണ്ട്. ഇതിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കുക. അതുപോലെ ഇതിൽ ഏതെങ്കിലും മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിനകത്ത് കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇനിയും വരുന്ന ക്ലാസ്സുകളിൽ ഏത് മോഡൽസാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ കമൻ്റായിട്ട് ഇടുക. അപ്പോൾ ആ മോഡൽ ചെയ്യാൻ തന്നെ ശ്രമിക്കും. ഇന്ന് ഈ ബീഡ്സും ഫ്ലവറും ആയിട്ട് ചെയ്ത ബോ ഒത്തിരി നമുക്ക് മെസ്സേജ് വന്നതാണ്, ആ മോഡൽ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് ഈ ഒരെണ്ണം. അതുകൊണ്ടാണ് ഈ ഒരു മോഡൽ തന്നെ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഐറ്റമാണ് വേണ്ടിയെന്ന് വെച്ചാൽ മെസ്സേജ് ചെയ്താൽ നമ്മൾ അതിൻ്റെ ക്ലാസ് തന്നെ തരുന്നതാണേ. അപ്പോഴൊക്കെ താങ്ക് യു.